പണ്ടിനോടായെങ്കിലും വേർഡിൽ ഇഷ്ടമില്ലാത്ത പ്ലേസ് വെച്ചാ ഞാൻ ഇന്ത്യ എന്നാ പറഞ്ഞിരുന്നത്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് കാരണം വേറൊന്നല്ല, ഇന്ത്യയിൽ ഫാഷൻ കുറവാണ്, ഫ്രീഡം കുറവാണ്, വൈറ്റ് സ്കിന്നുള്ള ആൾക്കാരില്ല, ഇതൊക്കെയായിരുന്നു റീസൺ. എന്തൊക്കെ ഉപകരിക്കാത്ത മകൻ, അവനോട് എന്ത് പറയാം? ഇവിടെ നോക്കി പറയണം. ഇറങ്ങിപ്പോട കാലുവാരിയുടെ മോനെ എന്ന് പറയാം. കേട്ടല്ലോ, അതേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ ഇന്നും എന്നോട് വേൾഡിൽ ഇഷ്ടമില്ലാത്തൊരു കൺട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ സേ ഇന്ത്യ. പക്ഷെ റീസൺസ് മാറി. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, ഡെമോക്രസി ഇല്ല, പ്രോപ്പർ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഇല്ല, റേപ്പ് കേസസ്, ചീറ്റിംഗ്, ബ്രൈബ്, കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീസൺസ്. നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ചു വെക്കൂല എന്നൊന്നും ഞാൻ ഇവിടെ പറയൊന്നുമില്ല. നിന്നെ തുറന്നങ്ങ് വിട്ടേക്കുവാ. നീ അങ്ങ് മേടിച്ചു നീ പോ. അന്നും ഇന്ന് ഇഷ്ടമില്ലാത്തൊരു പ്ലേസ് ഇന്ത്യ തന്നെ ആയിരുന്നു. പക്ഷെ റീസൺസ് എല്ലാം മാറിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ, നിന്നെ ഇവിടെ ആരും പിടിച്ചു വെക്കുന്നില്ല. നിനക്ക് വേണ്ടേ, നിനക്ക് ഇപ്പൊ തന്നെ പോവാ. നിന്നെ ആരും ഇവിടെ പിടിച്ചു വെക്കുന്നേ? നീ വേണോന്നും ഇല്ല ഇന്ത്യയില്. പിന്നെ മോള് പറഞ്ഞ ഡെമോക്രസി, ഫ്രീഡം, ഇത് കുറച്ചല്ല, കുറച്ചധികം കൂടുതലാണ് താത്ത മോളെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. സ്പീച്ച് അല്ലേ, അതാണ് നമ്മുടെ ഡൽഹി പ്രൊട്ടസ്റ്റിൽ കണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രിനെ പറയാത്ത വാക്കുകൾ അവിടെയില്ല. മോദിജീന്റെ മരിച്ചുപോയ അമ്മേനെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ. അതുകൊണ്ട് മോള് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിനെ പറഞ്ഞ പോലെ വേറെ രാജ്യത്തിലാറ്റം പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. താത്തക്കുട്ടി ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ നിൽക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. അയ്യ, നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. കണ്ട, ഫ്രീഡം ഓഫ് സ്പീച്ച് ഒന്നും ഇല്ലാത്ത നാടല്ലേ. അതുകൊണ്ട് മോള് വല്ല പാകിസ്ഥാനിലോ പാലസ്തീനിലോ ഉസ്ബെക്കിസ്ഥാനിലോ സിറിയയിലോ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോ. അയ്യോ